ഗൈസ് പുറത്ത് നല്ല മഴ ചാറുന്നുണ്ട് കേട്ടോ. ഒരു കട്ടൻ അടിച്ചാലോ? ശ്യാമേട്ടാ നോവലെ ഒരു കട്ടൻ അടിച്ചാലോ? തീർച്ചയായും. ഇവിടെ വേണ്ട, നമുക്ക് പുറത്തു പോയി കഴിക്കാം. പുറത്തു പോയോ? എന്ത്? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കാലഘട്ടങ്ങളിൽ കാർന്നോന്മാർ ഞാൻ കണ്ട് ഉള്ളൊരു ശീലമാണ്, ആ ഒരു ആലിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ ഇരുന്ന് ആ ഒരു ചായക്കടയിലിരുന്നോ ഒരു റേഡിയോൻ്റെ സൗണ്ടും കേട്ട് കട്ടൻ ചായ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. അതെന്താ സുഖം? ആ സുഖം ഒന്ന് ആസ്വദിച്ചാലോ? നമുക്ക് അതിനെന്താ ആസ്വദിക്കാലോ? അല്ല, നമുക്ക് ഹലോ ഗൈസ്, അപ്പൊ ചായ കുടിക്കാൻ പോകട്ടോ. രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ട്. ചെറിയ മഴ പൊടി മഴ. നല്ല മഴയുണ്ട്. മഴയാണോ മഞ്ഞാണോ എന്ന് അറിയില്ല. മഴ പെയ്യുന്നുണ്ട്. ആയിട്ടുണ്ടോ? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കാലാവസ്ഥ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇവിടെയും കാലാവസ്ഥ പ്രവചനം തെറ്റി. ലുട്ടാപ്പിയുടെ വാലല്ലടോ, വണ്ടി ഇടിച്ച് കിടക്കണ്ട്. ലുട്ടാപ്പിയുടെ മഴ പൊടിയുണ്ട്. മഴ കണ്ട വണ്ടിന്ന് ഇങ്ങനെ കിടക്കണ അത്രേ ഉള്ളൂ കേട്ടോ. ഒന്നെടുത്തോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓയിൽ എവിടെ പോയിന്ന്? ഇതേ ഓയിലെ കാണിച്ചത്. നമ്മള് പണ്ട് കാലഘട്ടങ്ങളിൽ കാർന്നോന്മാര് കൂടിയെന്ന് ചായ കുടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു സമ്പ്രദായം. അത് അങ്ങേർക്ക് ഒരു ആഗ്രഹം തോന്നി. ഇപ്പൊ ആ കാർന്നോരെ കൊണ്ട് ഞങ്ങൾ വന്നാട്ടോ. ഇവരങ്ങനൊക്കെ പറയും, കുഴപ്പമില്ല. ഞാൻ കാർന്നോരെ തന്നെ 10-13 വയസ്സായി. തൃക്കേട്ടാ. ആ ഒരു സമ്പ്രദായത്തില് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നിന്ന് കഴിക്കുക. ചെറിയൊരു മഴ ചാറ്റലുണ്ട്, മഴ പൊടിയുന്നുണ്ട്. അപ്പൊ ആ ഒരു വൈബില് ചൂട് ചായ മോളില് തുണി കലക്കാനിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം വീണാതെ ഡൗട്ട് ഉണ്ട്. അവിടേക്ക് നോക്കി 2 മീനുണ്ട് അവിടെ. 2 മീനോ? 2 മീനല്ല, 2 മൈന. പക്ഷെ സുരേഷ് ഇല്ലല്ലോ. ഏത് സുരേഷ്? സുരേഷ് നോക്കി മുറ്റത്ത് 2 മൈനാന്ന് പറയില്ല. സുരേഷ് ഇല്ലല്ലോ. ചേട്ടനാ ഈ കൂട്ടത്തില് പോയിരുന്നു. അപ്പൊ 3 മൈനയാവും. 3 മൈനാണ്. അപ്പൊ നമ്മുടെ നോയില് സാധനങ്ങളൊക്കെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വന്നൊഴിക്ക് നമ്മുടെ വണ്ടി അവിടെ ലോഡ് ചെയ്തോണ്ടിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റൂമിലേക്ക് പോവാണ്.